തികച്ചും ജനാധിപത്യ മര്യാദ ഇല്ലാതെ കണ്ടാണ് ഇന്ന് പ്രതിപക്ഷം കൗൺസിലിൽ പെരുമാറിയത്. കൗൺസിലർമാരുടെ സീറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്നേവരെ എവിടെയെങ്കിലും ഒരു തർക്കം കേട്ടിട്ടുണ്ടോ? ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലൊരു ബഹളമാണ് വാസ്തവത്തിൽ ഇന്ന് ഉണ്ടായത്. എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ അത് തടയാൻ വന്ന 25ാം ഡിവിഷൻ കൗൺസിലർ വനിതാ സഹ കൗൺസിലർ മേഴ്സി അജീനി തള്ളിയിട്ടു. കൂടാതെ എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് സുനിൽ രാജും പരിക്കേറ്റു. രണ്ടുപേരും മേഴ്സി അജി ഇന്ന് തൃശ്ശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ സുനിൽ രാജ്, പേഴ്സണൽ സ്റ്റാഫിൽ സുനിൽ രാജ് ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാസ്തവത്തിൽ ഇന്നത്തെ അജണ്ട നിലവിലെ കോർപ്പറേഷനിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചായിരുന്നു. ഞങ്ങളൊരു ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ 10 വർഷത്തെ ഇവരുടെ ധൂർത്ത് അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു വെപ്രാളമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അത് ഭയം കാരണം ജനങ്ങളുടെ മുമ്പിൽ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും 10 വർഷത്തെ ധൂർത്തിനെക്കുറിച്ചും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാട്ടും, കൗൺസിലിൽ തുറന്നു കാട്ടും എന്നുള്ള ഭയം കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അല്ലാതെ നഴ്സറി ക്ലാസ്സിൽ കുട്ടികൾ സീറ്റ് മുന്നോട്ട് വേണം പിന്നോട്ട് വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാക്കേണ്ട യാതൊരു വിഷയം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അവർ പ്രതിപക്ഷമാണ്, ഇപ്പോഴും ഒരു ഭരണപക്ഷ ആണെന്നുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 33 പേരുടെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് മാത്രമല്ല 2 സ്വതന്ത്രമാരുടെയും സപ്പോർട്ട് ഞങ്ങൾക്കാണ്. അങ്ങനെ 35 പേരുടെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ഭരണ സംവിധാനത്തിൽ ഉള്ളത് എന്നുള്ളത് അവർ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു ബഹളമാണ് ഒന്നുണ്ടാക്കിയത്. അപ്പോൾ തികച്ചും ബാലിശ്യമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ മേൽ വളരെ ഗൗരവമായ ഒരു കൗൺസിൽ അജണ്ടയിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അതുപോലെ തന്നെ ജനക്ഷേമ കാര്യങ്ങളെക്കുറിച്ചും അവതരിപ്പിക്കാൻ ഒരു അവസരം തരാതെ കൊണ്ട് ബഹളം ഉണ്ടാക്കി, അതെല്ലാം അവഗണിച്ച് ബഹളമുണ്ടാക്കി ഒരു കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് കൗൺസിലർമാരെയും ഭരണ സംവിധാനത്തെയും തന്നെ നിശ്ചലമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് ഉണ്ടായത്. ഇതിനെ ഞങ്ങൾ ഇച്ഛാശക്തിയോടെ നേരിടും. ശക്തമായ രീതിയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു വശത്തും മറുവശത്ത് വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും.